നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 502nd day. ടുഡേ 6th chapter 102nd ശ്ലോക. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 502 ദിവസം. ഇന്ന് 6ാമത്തെ അധ്യായത്തിലെ 102ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ഓം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 6ാമത്തെ അധ്യായത്തിലെ 102ാമത്തെ ശ്ലോകം. സ്വപുരുഷമഭിവീക്ഷ്യ പാശഹസ്തം വദതി യമക്കില തസ്യ കർണമൂലേ പരിഹര ഭഗവൽ കഥാസ്മമത്താൻ പ്രഭുരഹമന്യനൃണാം ന വൈഷ്ണവാനാം. പ്രഭുരഹമന്യനൃണാം ന വൈഷ്ണവാനാം. ഓം തത്സത്. സ്വപുരുഷമഭിവീക്ഷ്യ പാശഹസ്തം വദതി. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. വദതി യമക്കില തസ്യ കർണമൂലേ. ഓം ശ്രീകൃഷ്ണായ നമ. പരിഹര ഭഗവൽ കഥാസ്മതമത്താൻ പ്രഭുരഹമന്യനൃണാം വൈഷ്ണവാനാം. ഓം തത്സത്. ഓം ശ്രീകൃഷ്ണായ നമ. പാശം, അതായത് കയറ് കയ്യിലെടുത്ത് പിടിച്ചിരിക്കുന്ന ഭൃത്യനെ നോക്കിയിട്ട് യമൻ കാലൻ ഇപ്രകാരം പറഞ്ഞു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. കഴിഞ്ഞ ശ്ലോകത്തിൽ എല്ലാവരും ആ ഭഗവാനെ ആശ്രയിച്ചു കൊള്ളുക, ആ ഭാഗവതത്തെ ആശ്രയിച്ചു കൊള്ളുക. ഭാഗവതത്തെ പോലെ മഹത്തരമായിട്ടുള്ള ഒന്ന് ഈ ലോകത്തില്ല. അതാണ് ഭക്തിയെ വർദ്ധിപ്പിക്കുക, അതുമാത്രമാണ് നമുക്ക് മോക്ഷം നൽകുക എന്ന് പറഞ്ഞു. ഇപ്പോൾ പറയുകയാണ്, കാലൻ തൻ്റെ അതായത് കയറെടുത്തുകൊണ്ടാണ് മനുഷ്യനെ കാലൻ കൊല്ലുവാൻ വേണ്ടി വരിക, കാലൻ്റെ ഭൃത്യന്മാർ വരിക എന്ന് പറയും. മൃത്യുപാശം എന്നാണ് പറയുക. മരണത്തെ കയറുകൊണ്ട് കെട്ടിവലിച്ചിട്ടാണ് അത്ര ജീവനെ കൊണ്ടുപോവുക. അങ്ങനെ ഉള്ള പാശത്തെ കയറിനെ കയ്യിലെടുത്തിട്ടുള്ള തൻ്റെ ഭൃത്യന്മാരോട് യമഭഗവാൻ ഇപ്രകാരം പറഞ്ഞു അത്രേ: നിങ്ങൾ ശ്രീഹരിയിൽ ഭക്തിയുള്ളവരെ ആരുടെ അടുത്തും നിങ്ങൾ പോകരുത്. ഭഗവാന്റെ കഥയിലോ ഭഗവാനിലോ ആഗ്രഹമുള്ളവരെ ആസ്വദിക്കുന്നവരുടെ അടുത്ത് പോകാൻ, അവരെ കൊണ്ടുവരാൻ എനിക്ക് അധികാരമില്ല. അവരെ ഒഴിച്ചുള്ള ഭഗവത് കഥാശ്രവണത്തിൽ താല്പര്യമില്ലാത്ത, ഭഗവത് ഭക്തി ഇല്ലാത്തവരെ മാത്രമേ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടുള്ളൂ. അവരിൽ മാത്രമേ എനിക്ക് അധികാരമുള്ളൂ. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ വൈഷ്ണവന്മാരുടെ സന്നിധിയിൽ പ്രവേശിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അത് ഓർമ്മയിലിരിക്കട്ടെ. പ്രഭുരഹമന്യനൃണാം ന വൈഷ്ണവാന്മാരായിട്ടുള്ള അടുത്തല്ലാത്ത മറ്റുള്ളവരുടെ അടുത്ത് മാത്രമേ നിങ്ങൾ പോകാൻ പാടുകയുള്ളൂ എന്ന് തൻ്റെ ഭൃത്യന്മാരോട് യമഭഗവാൻ പ്രത്യേകം എടുത്തു പറയുകയാണ്. നമുക്ക് ഈ സന്ദർഭത്തിൽ അജാമിളൻ്റെ കഥ ഓർമ്മിക്കാവുന്നതാണ്. അജാമിളനെ യമൻ കിങ്കരന്മാർ കൊണ്ടുപോകാൻ വരുമ്പോൾ അത്ര ഭക്തിയില്ലാത്തവനാണെങ്കിലും അജാമിളൻ നാരായണ എന്ന് തൻ്റെ പുത്രനെ ഓർമ്മിച്ച് വിളിച്ചിട്ട് അവിടെ വന്ന് വിഷ്ണു പാർഷദന്മാർ യമധൂമന്മാരെ തടുക്കുന്നതും അവർ തമ്മിലുള്ള സംവാദവും ഒക്കെ ശ്രീമദ് മഹാഭാഗവതത്തിൽ വരാനിരിക്കുന്നതാണ്. അപ്പോൾ മനസ്സിലാകും ആ ഭഗവത് നാമം എത്ര മഹത്തരമാണ്, അങ്ങനെയപ്പോൾ ഭഗവത് ഭക്തി എത്ര മഹത്തരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ പിന്നെ ഈ ഭഗവത് ഭക്തന്മാർ മരിക്കില്ലേ? കാലൻ വന്ന് കൊണ്ടുപോവാതെ പിന്നെ ഇവരൊക്കെ അനാദികാലം വരെ ജീവിച്ചിരിക്കുമോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്തെന്നാൽ അവരെ വിഷ്ണു ഭക്തന്മാർ വന്ന് വിഷ്ണുലോക സായുജ്യം അവർക്ക് ലഭിക്കും. അവർ നേരെ വൈകുണ്ഠത്തിൽ പോകും. ആ ശ്രീമദ് നാരായണനോട് തന്നെ ചേർന്ന് ആ നാരായണ രൂപികളായിട്ട് തീരും എന്നാണ് പറയുന്നത്. വിഷ്ണു തൻ്റെ എല്ലാ ഭക്തന്മാരെയും പാർഷദന്മാരേക്കും എല്ലാം തൻ്റെ രൂപം തന്നെയാണ് നൽകിയിരിക്കുന്നത്. വിഷ്ണു എന്ന് പറയുന്നത് ആ പരമമുക്തി പദത്തെയാണ് പറയുന്നത്. ആ
ഏതൊരു ശക്തിയാണോ എല്ലാത്തിനെയും നയിക്കുന്നത്, ആ ശക്തിയെയാണ് നമ്മൾ ഭഗവാൻ എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്നത്. ആ ഭഗവാന് നാമമോ രൂപമോ ഒന്നും തന്നെ ഇല്ല. നമുക്ക് മനസ്സിലാകുവാൻ വേണ്ടി നാം രൂപങ്ങളും നാമങ്ങളും നൽകുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. സ്വപുരുഷമഭിവീക്ഷ്യ പാശഹസ്തം വദതി യമക്കില തസ്യ കർണമൂലേ പരിഹര ഭഗവൽ കഥാസുമത്താൻ പ്രഭുരഹമന്യ നൃണാം ന വൈഷ്ണവാനാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും നൽകി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.